ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും റൂബീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കാരസേവയാണ്. ചൂട് ചായക്കൊപ്പമോ അല്ലെങ്കിൽ കട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ എരിവും ക്രിസ്പിയുമായിട്ടുള്ള നല്ല സൂപ്പർ സ്നാക്കാണ് നമ്മുടെ ഈ കാരസേവ. വളരെ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഈ കാരസേവ തയ്യാറാക്കി എടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ് നമ്മുടെ ഈ കാരസേവ. അപ്പോൾ നമ്മുടെ കാരസേവയുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൺ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്കിനി കാരസേവയ്ക്കുള്ള മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് കടലമാവ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് അരിപ്പൊടിയാണ്. അത് 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കായപ്പൊടി 3/4 ടീസ്പൂൺ. കുരുമുളക് പൊടി വേണമെന്നുള്ളവർക്ക് ചേർക്കാൻ, ഞാൻ ചേർക്കുന്നില്ല. അധികം എരിവ് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടി ചേർക്കാത്തത്. ആവശ്യമുള്ളവർക്ക് അതും കൂടി ചേർക്കാവുന്നതാണ്. പൊടികളെല്ലാം ചേർത്ത ശേഷം മാവ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ എന്താണെങ്കിലും ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് വിരകിയെടുക്കാം. ഇപ്പോൾ മാവ് നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. ദാ ഇതുപോലെ. ഇനി നമുക്ക് വെള്ളം, അതായത് ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപയോഗിച്ച് അല്പാൽപ്പം ഉപയോഗിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. മാവൊക്കെ ഇപ്പോൾ നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊരു ഇടിയപ്പ മാവിൻ്റെ പരുവത്തിൽ വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. കണ്ടോ, നമ്മുടെ മാവെല്ലാം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. സേവനാഴിയുടെ ഈ ചില്ലാണ് നമുക്ക് കാരസേവ തയ്യാറാക്കാനായി എടുക്കേണ്ടത്. സേവനാഴിയിലേക്ക് ചില്ലിട്ട ശേഷം നമുക്ക് മാവ് ഇതിലേക്ക് നിറച്ചു കൊടുക്കാം. മാവ് നിറച്ച ശേഷം നമുക്ക് സേവനാഴി അടച്ചു വെക്കാം. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. റിഫൈൻഡ് ഓയിൽ ഒഴിച്ചാലും മതിയാകും. ട്രഡീഷണൽ വിഭവങ്ങൾ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയാവും കുറച്ചുകൂടി നല്ലത്. കുറച്ച് ടേസ്റ്റ് കൂടുതൽ നമുക്ക് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴായിരിക്കാം. ഞാൻ അതുകൊണ്ട് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് സേവനാഴി ഇതിലേക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ റൗണ്ട് ഷേപ്പിലിട്ട ശേഷം നമുക്ക് തണുത്ത ശേഷം നമുക്ക് പൊടിച്ച് ചെറിയ പീസാക്കി മാറ്റാവുന്നതേ ഉള്ളൂ. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറു സൈഡും പാകമായി വരുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ബാക്കിയുള്ളതും ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ഇത് ചെയ്യുമ്പോൾ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം തീ വെക്കേണ്ടത്. കണ്ടോ, നേരത്തെ പറഞ്ഞതുപോലെ ഇതേ റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ പൊടിച്ചെടുക്കാം. ഇപ്പോൾ നല്ല ചെറിയ ചെറിയ പീസായി വന്നിട്ടുണ്ട്. കാരസേവൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള കാരസേവ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പുറത്ത് ഇത്തിരി ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില വറുത്ത് ഇതിൻ്റെ പുറത്ത് ഇടുകയാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, ഒരു കുറച്ചൊരു ഭംഗിക്ക് വേണ്ടി ഞാനിങ്ങനെ ചെയ്തതേ ഉള്ളൂ. നല്ല ടേസ്റ്റിയും സ്പൈസിയും ക്രിസ്പിയുമായിട്ടുള്ള കാരസേവയുടെ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കാരസേവയുടെ റെസിപ്പി നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.